ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ലൊരു അടിപൊളി മയോണീസ് ഒരു 5 മിനിറ്റ് സമയം എടുത്തിട്ട് എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുക നോക്കാം കേട്ടോ. എന്നാൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം. ഈ ഒരു മയോണീസ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പം 4 മുട്ടയുടെ വെള്ള മാത്രമാണ് കേട്ടോ. അപ്പം മഞ്ഞ മാറ്റിയിട്ട് മഞ്ഞ ഒട്ടും ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെള്ളം മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കണം. അപ്പം ഒരു വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ഒരു 1/4 ഭാഗം ഒഴിച്ചാൽ മതി കേട്ടോ. ഇപ്പം ഇതൊരു ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് ഇതിൻ്റെ അരമുറി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള ഈ കുരു ഒന്നും വീഴാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിന് ഒരു അരിപ്പയിലൂടെ ഇതുപോലെ അങ്ങ് പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ്. ഇത് മാത്രം മതി കേട്ടോ. ഇത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും പകുതി ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പഞ്ചസാര ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ എടുത്തത് 4 മുട്ടയുടെ വെള്ള, അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ പാത്രത്തിലാക്കാൻ പറ്റില്ലെങ്കിൽ എല്ലാം ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇതുപോലെ ഒഴിച്ചാലും മതി കേട്ടോ. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. ഞാനിപ്പോൾ ഒരു 200 ml ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് നോക്കാം. എന്നിട്ട് ഇത്രയൊന്നും വേണ്ടി വരില്ല ഇതിലേക്ക്. നമ്മളിത് ടൈറ്റായി വരുന്നത് വരെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ മിക്സിയിൽ നമ്മൾ അടിക്കുന്ന സമയത്ത് ഹൈ സ്പീഡിലിട്ടിട്ട് തുടർച്ചയായിട്ട് അടിക്കരുത്. കുറച്ച് നിർത്തി അടിക്കാൻ നോക്കുക കേട്ടോ. മിക്സിയിൽ നമ്മളിത് അടിച്ചെടുക്കുമ്പം ഒന്ന് ഇതേപോലെ അടിക്കുക കേട്ടോ. വീണ്ടും ഇങ്ങനെ കൊണ്ടുവെക്കുക. പിന്നെ ഒന്ന് നിർത്തി കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇട്ടിട്ട് ഒരേ സ്പീഡിൽ ഇങ്ങനെ അടിക്കരുത് കേട്ടോ. നിർത്തി കൊടുക്കുക. വീണ്ടും അടിക്കുക. ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഇതേപോലെ പതഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അടിച്ചു കൊടുക്കുക, കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ ഇത് ടൈറ്റ് ആവുന്നത് വരെ അടിച്ചെടുക്കുക കേട്ടോ. ഇനി കുറച്ചുകൂടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അടിച്ചെടുക്കുക. ഇപ്പം ഒരു 5 മിനിറ്റ് സമയം വരെ എടുത്തിട്ടില്ല. നല്ല അടിപൊളി മയോണീസ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഓയില് അതിലൊരു 1/4 ഭാഗം മാത്രമേ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. കുറേശ്ശെ ഓയിൽ ഒഴിച്ചു കൊടുക്കുക, അടിച്ചു കൊടുക്കുക, പിന്നെയും നിർത്തി കുറേശ്ശെ ഓയിൽ, അങ്ങനെ ടൈറ്റ് ആവുന്നത് വരെയാണ് നമ്മൾ അടിച്ചു കൊടുത്തത്. അപ്പോൾ ഒരു 1/4 ഭാഗം, അപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 ml എടുത്തെങ്കിലും അതിൻ്റെ ഒരു 1/4 ഭാഗം പോലും ആയിട്ടില്ല കേട്ടോ. നല്ല മയോണീസ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മയോണീസ് ഇവിടെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മയോണീസാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കിക്കോ കേട്ടോ. ഈ മയോണീസിൻ്റെ റെസിപ്പി എന്നോട് ഒരുപാട് കൂട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സാൻഡ്വിച്ചിൻ്റെ ഷോർട്സ് വീഡിയോ ഇട്ടപ്പോൾ അതിൽ നിങ്ങൾ എങ്ങനെയാണ് സാൻഡ്വിച്ചിനായിട്ട് മയോണീസ് അടിക്കുന്നത് എന്ന് ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഇങ്ങനെയാണ് മയോണീസ് അടിക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മയോണീസ് കിട്ടും. അപ്പോൾ അടുത്തൊരു നല്ല റെസിപ്പി ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക. വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി.